ഒരുപാട് വാഹന നിർമ്മാതാക്കൾ ഇന്ത്യയിൽ തരുന്ന വാഹനത്തിന് ക്വാളിറ്റി കുറവായിരിക്കും, സേഫ്റ്റി കുറവായിരിക്കും, സ്പെക്ക് കുറവായിരിക്കും എന്നുള്ള പരാതി നമ്മൾ പറയാറുണ്ടല്ലോ. എന്നാൽ നിസ്സാൻ്റെ മാഗ്നറ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും പറയാൻ കഴിയില്ല. കാരണം ഈ ഒരു ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഈ ഒരു മോഡൽ 65ലധികം രാജ്യങ്ങളിൽ അവർ വിൽക്കുന്നുണ്ട്. അതും ക്വാളിറ്റിയിലും മേക്കിങ്ങിലൊന്നും ഒരു ഡിഫറൻസും ഇല്ലാതെ, ഫീച്ചേഴ്സ് ആണെങ്കിലും എല്ലാം ഈ ഒരൊറ്റ പ്രൊഡക്റ്റ് തന്നെയാണ് അവർ എല്ലായിടത്തും വിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു മാസമായിട്ട് ഞാൻ നിസ്സാൻ മാഗ്നറ്റ് ഉപയോഗിക്കുകയാണ്. ഒരു ടർബോ CVT വരുന്ന ഒരു വാഹനമാണ്. 6ഓളം വേരിയൻറ്റിൽ മാനുവലായിട്ടും ഓട്ടോമാറ്റിക്കായിട്ടും നോർമൽ എഞ്ചിനായിട്ടും ടർബോ എഞ്ചിനായിട്ടും ഒക്കെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു വാഹനമാണ് നിസ്സാൻ മാഗ്നറ്റ്. അപ്പോൾ ഇത്രയും നാൾ ഉപയോഗിച്ചതിൽ നിന്നും ഞാൻ ഇതിൽ നിന്നും ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ വീഡിയോയിൽ വിശദമായിട്ട് പറയാൻ പോകുന്നത്. മാഗ്നറ്റിൻ്റെ ലുക്ക് സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് പറയാം. കാണുന്ന ഒരാളും ഇത് മോശമെന്ന് പറയാം, എല്ലാവരും ഒരേ സ്വരത്തിൽ അടിപൊളിയായിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുള്ളൂ. അതിന് പ്രധാന അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഗ്രില്ലാണ്. നമുക്ക് വൈഡർ ആയിട്ടുള്ള വലിയ ഗ്രില്ലുകൾ വന്നിട്ടുണ്ട്. ഗ്ലോസി ബ്ലാക്ക് ആണ്. അതിൽ സൈഡിൽ ക്രോം എലമെൻറ്റ്സ് കാണാം. അതും തടിച്ചുരുണ്ട രൂപത്തിൽ SUV ഫീൽ നമുക്ക് നൽകുന്നുണ്ട് എന്ന് പറയാം. ഇനി ലൈറ്റ്സിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ബൈ പ്രൊജക്ട് ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ് വന്നത്. മുകളിൽ അതിൽ തന്നെ ഇൻറ്റിഗ്രേറ്റഡ് രൂപത്തിൽ ഇൻഡിക്കേറ്റേഴ്സ് കാണാം. താഴെ L ഷേപ്പിൽ നമുക്ക് DRLs വന്നിട്ടുണ്ട്. ഇനി ഫോഗ് ലാമ്പ് ആണെങ്കിൽ വരെ നമുക്ക് LED ആണ് നൽകിയിട്ടുള്ളത്. ഇപ്പോഴത്തെ കാലത്ത് ഫോഗ് ലാമ്പ് പല വാഹനങ്ങളിലും എടുത്ത് മാറ്റുന്ന സമയമാണെന്ന് പറയാം. അതുപോലെ തന്നെ സ്കിഡ് പ്ലൈൻ്റെ രൂപത്തിലൊരു സിൽവർ എലമെൻറ്റും താഴെ കാണാൻ സാധിക്കും. അങ്ങനെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ലുക്ക് ഉണ്ട്. ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ്, ഓട്ടോമാറ്റിക് വൈപ്പേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ടയർ നോക്കുകയാണെങ്കിൽ നമുക്ക് ബേസ് ഇയറിന് മുതൽ 16 ഇഞ്ച് വീൽസ് നൽകിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ട് SUV ഫീൽ ലഭിക്കാൻ വേണ്ടി തന്നെയാണ്. ഫുൾ ഓപ്ഷനിൽ അലോയ്സ് കാണാൻ സാധിക്കും. ഒരു ഡയമണ്ട് കട്ട് അലോയ്സ് ആണ് വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും പുറകിൽ ഡ്രം ബ്രേക്കും ആയിരിക്കും നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. ORMs ഒക്കെ ഒരു നമ്മൾ ഡ്യുവൽ ടോൺ വാഹനം കാണുന്നതുകൊണ്ട് തന്നെ ഒരു ഗ്ലോസി ബ്ലാക്കിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 360 ക്യാമറ വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്യാമറ, അതുപോലെ ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. ക്രോമിലാണ് നമുക്ക് ഡോർ ഹാൻഡിൽസ് വന്നുള്ളത്. താഴെയായിട്ട് ഒരു SUVയുടെ അഗൈൻ ഫീൽ നൽകാനായിട്ട് നമുക്ക് ഒരു സിൽവറിലും ബ്ലാക്കിലൊക്കെ ക്ലാഡിങ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു ഷോൾഡർ ലൈൻ ക്രോം കാണാം. കൂടുതലായിട്ട് ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ റൂഫ് റെയിൽസ് ഉണ്ട് എന്ന് മാത്രമല്ല അത് ഫംഗ്ഷനിലാണത്. 50 കിലോ വരെ നമുക്ക് ഭാരം കയറ്റാവുന്ന അത്യാവശ്യം വെയിറ്റ് ഒക്കെ താങ്ങുന്ന ഒരു റൂഫ് റെയിൽസും സിൽവർ ഫിനിഷ് ചെയ്ത് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാഗ്നറ്റിൻ്റെ ഒരു ബഡ്ജറ്റ് റേഞ്ച് നോക്കുകയാണെങ്കിൽ 7.5 ലക്ഷം മുതൽ 14 ലക്ഷം വരെയാണ്. അപ്പോൾ 7 ലക്ഷത്തിന് മുകളിൽ അങ്ങോട്ട് ബഡ്ജറ്റിലുള്ളവർക്കൊക്കെ പരിഗണിക്കാൻ പറ്റുള്ള ഒരു മോഡലാണ്. അതും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി. നമ്മൾ കാണുന്ന ഏറ്റവും ടോപ്പ് എൻ്റെ ആണ്. അതിൻ്റെ ഡുവൽ ടോൺ അങ്ങേയറ്റം ഏറ്റവും ടോപ്പ് 14 ലക്ഷം എന്ന് പറഞ്ഞില്ലേ, ആ ഒരു വേരിയൻ്റാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം ഫീച്ചർ ലോഡറായിട്ട് നമ്മൾ കാണപ്പെടുന്നത് എന്നുള്ളതാണ്. ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിലെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ്. ഒരു LED ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ്. അത് ക്ലിയർ ലെൻസ് ആയിട്ടാണ് നൽകിയിട്ടുള്ളത്. ഹണികോം ഡിസൈൻ കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണാം. ഒരു പ്രീമിയം വാഹനത്തിൽ കാണുന്നതിനുള്ള ഒരു ക്വാളിറ്റി, പ്രത്യേകിച്ച് രാത്രിയിൽ ഇതിൻ്റെ ഇലുമിനേഷൻ കാണുമ്പോണ്ടല്ലോ വേറെ ലെവലാണെന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ എക്സ്റ്റീരിയറിൽ ഏറ്റവും എന്നെ ശ്രദ്ധ ആകർഷിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഈ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് തന്നെയാണ് എന്നുള്ളത് പറയാം. ബാക്കി ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ആണെങ്കിൽ ഒരു തടിച്ച സ്പോയിലർ കാര്യങ്ങൾ വന്നിട്ട് ഷാർക്ക് ഫിൻ ആൻഡിൽ ലഭിക്കുന്നുണ്ട്, ഡീഫോഗർ ലഭിക്കുന്നുണ്ട്, വൈപ്പർ ഉണ്ട്. അതുപോലെ നിസാൻ്റെ ലോഗോ മാഗ്നറ്റ് എന്നുള്ളൊരു ബാഡ്ജിങ് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് ടർബോ എഞ്ചിനാണ്. നമ്മൾ 2 എഞ്ചിനിൽ ഇത് ലഭിക്കുമെന്ന് പറഞ്ഞപ്പോൾ ടർബോ എഞ്ചിൻ്റെ ഒരു ബാഡ്ജിങ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ AMT ഉണ്ട്, CVT ഉണ്ട്. ഓട്ടോമാറ്റിക്കിൽ നമ്മളിപ്പോൾ കാണുന്നത് CVT ആണ്. 14 ലക്ഷം രൂപ ഓൺ റോഡ് വില വരുന്ന ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ്. അതുകൊണ്ട് ഏറ്റവും ടോപ്പ് സ്പെക്കിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു വാഹനം കാണുന്നത് എന്നുള്ളതാണ്. താഴെയായിട്ട് നമ്മുടെ ക്യാമറയും കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ സിൽവർ എലമെൻറ്റ്സ് കാര്യങ്ങൾ കാണാം. പാർക്കിംഗ് സെൻസർ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ റിയർ പ്രൊഫൈലും അത്യാവശ്യം അട്രാക്റ്റീവ് ആയിട്ട് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് കേട്ടോ. ഇനി ബൂട്ട് സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിൻ വരുന്ന ഒരു വാഹനം കൂടിയാണ് മാഗ്നറ്റ്. 336 ലിറ്ററിൻ്റെ സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ഒരു മാസമായിട്ട് ഉപയോഗിക്കുന്നതിൻ്റേതായിട്ടുള്ള കച്ചറ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻറ്റീരിയറിൽ കാണാമെന്നുള്ളതാണ്. പാർസൽ ട്രേ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മൊത്തമുള്ള ലുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് പുറത്തുനിന്ന് കാണുന്ന അത്ര തന്നെ സ്പേഷ്യസ് ആണ് ഇതിൻ്റെ ക്യാബിനും. അതും അത്ഭുതപ്പെടുന്നതാണ് കയറി നോക്കുക. ഇതാണ് മാഗ്നറ്റിൻ്റെ അകത്ത് നമുക്ക് ലഭിക്കുന്ന ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ. ഈ ഒരു സെഗ്മെൻറ്റിലെ ബെസ്റ്റ് എന്ന് പറയാവുന്ന രീതിയിലുള്ള സ്പേസ് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഡീസൻ്റ് ആയിട്ടുള്ള തൈ സപ്പോർട്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരാൾ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ ഉള്ള ഒരു പൊസിഷനിലാണ് ഈ സീറ്റ് ഇട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ തന്നെ ലെഗ് റൂം, നിയർ റൂം, തൈ സപ്പോർട്ട് എല്ലാം ജസ്റ്റ് ഓക്കെ എന്ന് പറയാവുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ലെഗ് റൂമൊക്കെ അടിപൊളി എന്ന് പറയാവുന്ന രൂപത്തിൽ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന ലെതർ ഫിനിഷുള്ള സീറ്റുകളാണ് വന്നുള്ളത്. ഒരു ബ്രൗണിൻ്റെയും ബ്ലാക്കിൻ്റെയും മിക്സ് ആണ് ലഭിക്കുന്നത്. ഇത് ടോപ്പിൻ്റെ മാത്രം പ്രത്യേകതയാണ് കേട്ടോ. നമുക്ക് ഓരോ വേരിയൻ്റ് അനുസരിച്ച് 3 ടൈപ്പിലുള്ള കളർ കോമ്പിനേഷൻസ് ഇൻറ്റീരിയറിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഐസോഫിക് ചൈൽഡ് സീറ്റ് മൗണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ ആംറസ്റ്റ്, അതിൽ തന്നെ കപ്പ് ഹോൾഡേഴ്സും നമ്മുടെ മൊബൈൽ വെക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ നമുക്ക് റിയർ AC വെൻസ്, ഒരു C ടൈപ്പ് ചാർജിങ് ബോർഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സെൻറ്റർ ടണലൊന്നും ഉയർന്നു നിൽക്കുന്നതൊന്നുമില്ല. അതുകൊണ്ട് സെൻറ്ററിൽ ഇരിക്കുന്ന ആൾക്കും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും. അതുകൊണ്ടൊക്കെ ഇതൊരു ഓൾറൗണ്ടർ, ഒരു നമ്മുടെ ഫാമിലി കാറായിട്ടൊക്കെ പരിഗണിക്കുമ്പോൾ അടിപൊളിയാണ് റിയർ സീറ്റ് എന്ന് പറയാം. പ്രത്യേകിച്ച് ഒരു കാര്യം മാത്രം നമുക്കൊരു കുറവായിട്ട് തോന്നുന്നു. അതായത് ഇതിൻ്റെ ഡോർ ഓപ്പണിങ് ഇത് എത്ര വരുന്നുള്ളൂ, ഒരുപാട് വൈഡായിട്ട് ഓപ്പൺ ആവുന്നില്ല. അപ്പോൾ പ്രായമുള്ളവർക്ക് ചിലപ്പോൾ കയറാനും ഇറങ്ങാനും ഇത്തിരി പ്രയാസപ്പെടുമെന്നുള്ളത്. നമുക്കൊന്നും പ്രശ്നമില്ല, നമ്മൾ ചെറുപ്പമാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും ഇത്രയൊക്കെയാണ് നമ്മുടെ പുറയിൽ ലഭിക്കുന്ന ഫീച്ചേഴ്സ്. ഇനി നമുക്ക് മുൻവശത്ത് നിന്ന് കയറി നോക്കാം. ഇതാണ് മാഗ്നറ്റിൻ്റെ കീ വന്നുള്ളത്. സ്മാർട്ട് കീ എന്നുള്ള ഒരു ഇൻ്റലിജൻറ്റ് കീ എന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. കാരണം ആ ഒരു സ്മാർട്ട് കീയുടെ ഓട്ടോ ലോക്ക് കാര്യങ്ങളൊക്കെ ബ്രില്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ വാഹനം ഈ
കീ പോക്കറ്റിലോ അല്ലെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ഡോർ അടച്ചതിന് ശേഷം ഒരു 1.8 മീറ്റർ ദൂരേക്ക് പോയാൽ വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കാവും. ഒരു മീറ്റർ അടുത്തേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അൺലോക്ക് ആവുകയും ചെയ്യും. അത് നമുക്ക് ഒരുപാട് ശല്യം ഉണ്ടാക്കാതെ, അതായത് സൗണ്ട്, ബഹളം അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ കത്തുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ അടുത്തേക്ക് വന്ന് ഡോർ വലിച്ചു നോക്കിയാൽ ഓപ്പൺ ആയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അത് ചുറ്റുള്ളവരെ അറിയിക്കില്ല സാധനം ലോക്ക് ആവുന്നുണ്ട്, ഓൺ ആവുന്നുണ്ട് എന്നുള്ള പരിപാടി. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇനി ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫുൾ വളരെ വലിയൊരു ഏരിയയിൽ തന്നെ നമുക്ക് ലെതർ റാപ്പ് ഫിനിഷ് കാര്യങ്ങൾ സോഫ്റ്റ് ടച്ചിൻ്റെ ഭാഗമായിട്ട് നൽകിയിട്ടുണ്ട്. അതും അടിപൊളിയായിട്ട് തോന്നിയ കാര്യമാണ്. പിന്നെ നമുക്ക് 4 പവർ വിൻഡോയുടെ കൺട്രോൾ, അതുപോലെ തന്നെ ORMൻ്റെ ഇലക്ട്രിക് അഡ്ജസ്റ്റ് ഫോൾഡ് തുടങ്ങിയ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ORM ലോക്ക് അൺലോക്ക് വന്നിട്ടുണ്ട്. ഇത് ORM ലോക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മീറ്ററിൽ അത് ലോക്കാണ് അൺലോക്കാണ് എന്നുള്ള ഒരു ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കുന്നുണ്ട്. അതും അധികം വാഹനങ്ങളിൽ ഞാൻ കാണാത്തതാണ്. അതും അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ സ്റ്റോറേജ് ഏരിയ അത്യാവശ്യം ഒരു ലിറ്ററിൻ്റെ ബോട്ടിൽ കാര്യങ്ങളൊക്കെ വെക്കാവുന്ന സ്പേസ് ഉണ്ട്. ഹർമൻ്റെ ആർക്മീസിൻ്റെ സ്പീക്കേഴ്സാണ് നമുക്ക് വാഹനത്തിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് വേരിയൻറ്റ് മുന്നിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ കാണുന്ന ടോപ്പിൻ്റെ ആയതുകൊണ്ട് നമുക്ക് പുഷ്പട്ടം കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഫീച്ചർ നൽകിയിട്ടുണ്ട്. ഇനി സ്റ്റിയറിംഗ് വീലാണ് എന്നുണ്ടെങ്കിൽ ടിൽറ്റ് അഡ്ജസ്റ്റ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ പ്രതീക്ഷിക്കുന്നതാണ്. കോമ്പറ്റീറ്റേഴ്സിലൊക്കെ ഉള്ള ഒരു ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇൻറ്റീരിയർ നോക്കുമ്പോഴാണ് ഇനി കളി മാറുന്നത്. അതായത് ഈ സെഗ്മെൻറ്റിലെ വാഹനങ്ങളെയൊക്കെ അടിച്ച് തളർത്തിക്കൊണ്ടാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ, പ്രത്യേകിച്ച് ഒരു ഡാഷ്ബോർഡ് ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്ന് പറയാം. നമുക്ക് ഇതിന് മുകളിലുള്ള ഇതിനേക്കാൾ വില കൊടുക്കുന്ന ഏതോ ഒരു വാഹനത്തിനകത്താണ് കയറി ഇരിക്കുന്നത് എന്നുള്ളൊരു ഫീല് നമുക്ക് മൊത്തത്തിലൊരു ഡാഷ്ബോർഡ് നോക്കുന്ന സമയത്ത് ലഭിക്കുമെന്നുള്ളതാണ്. ഇനി ഇവിടെ കൺട്രോൾസ് നോക്കിയാൽ ഹെഡ്ലൈറ്റ് ലെവലർ കാണാം. ഇത് ട്രാക്ഷൻ കൺട്രോൾ ആണ്, ഇത് ക്രൂയിസ് കൺട്രോൾ ആണ്. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ക്രൂയിസ് കൺട്രോൾ ഇവിടെ ഒരു ഓൺ ഓഫ് ബട്ടൺ എക്സ്ട്രാ കൊടുത്ത് എന്താണെന്നുള്ളത് അതുകൂടി ഇതിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യായിരുന്നു എന്ന് തോന്നിയിട്ടോ. കാരണം ഇത് നമ്മൾ ഓൺ ചെയ്തിട്ടാൽ അവിടെ ക്രൂസ് കൺട്രോൾ ഓൺ ആവും. അതിനുശേഷം നമ്മളിവിടെ സ്പീഡ് കാര്യങ്ങൾ സെറ്റ് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക, സ്പീഡ് കൂട്ടുക, കുറക്കുക, അതൊക്കെ ഇവിടെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രാ കൺട്രോളിൻ്റെ ഒരു ആവശ്യം ഇല്ലായിരുന്നു എന്ന് തോന്നി. അതിന് സ്റ്റിയറിംഗ് വീല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം അതും ഒരു പ്രീമിയം ഫീല് തരുന്നതാണ് എന്ന് പറയാതിരിക്കാനാവില്ല. ഒരു ലെതർ റാപ്പ് വന്നിട്ടുണ്ട്, ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ക്രൂയിസ് കൺട്രോളും അതുപോലെ MIDയുടെ കൺട്രോൾസ് ഈ ഭാഗത്ത് വന്നിട്ടുണ്ട്. ഇവിടെ മൊത്തം മീഡിയയുടെ കൺട്രോൾസ് കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. വോളിയം അപ്പ് ആൻഡ് ഡൗൺ, നെക്സ്റ്റ് സോങ്, അതുപോലെ വോയിസ് അസിസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പുഷ് ബട്ടൺ ഈ ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് തുടക്കത്തിൽ ഒരു വാഹനം ഉപയോഗിക്കുന്നവർക്ക് അതൊരു ഇതെന്താണ് എന്ന് തോന്നിപ്പോകും. പക്ഷേ അത്യാവശ്യം എനിക്ക് കംഫർട്ടബിൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് ഈ ഒരു പൊസിഷൻ എന്നുള്ളത്. കാരണം നമ്മൾ കീ വെക്കാൻ എന്തായാലും ഇങ്ങോട്ട് കൈ കൊണ്ടുവരണം. ആ കൂട്ടത്തിൽ ജസ്റ്റ് ഒരു പ്രസ് കൊടുത്താൽ പരിപാടി കഴിഞ്ഞു. നമ്മൾ ഇവിടെയൊക്കെ കൊടുക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് തോന്നി. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ നോർമൽ കീ ഹോൾഡ് അവിടെ കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഏതെങ്കിലും പൊസിഷൻ തന്നെയാണ് ബെറ്റർ എന്ന് തോന്നുന്നുട്ടോ. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ 7 ഇഞ്ചിൻ്റെ TFT ഡിസ്പ്ലേ ആണ് നമുക്ക് MID ആയിട്ട് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഉള്ള കൺട്രോൾസ് ഉപയോഗിച്ച് നമുക്കതിൽ ഒരുപാട് ഇൻഫർമേഷൻ, ഇവിടെ നമുക്ക് ഫ്യൂൽ എക്കോണമി കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ ആ ഒരു മൊത്തം ചാർട്ട് പോലെ നമുക്ക് അതിൻ്റെ ഒരു നമ്മൾ ഓടിയ സ്പീഡ് കാര്യങ്ങൾ, അതിൻ്റെ അടുത്ത ടൈം, അങ്ങനെയുള്ള ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് അറിയാനായിട്ട് പറ്റും. കൂടാതെ ടയർ പ്രഷർ മോണിറ്ററിങ് വരുന്നുണ്ട്. അത്യാവശ്യം ലോഡറാണ്. നമ്മൾ ഈ ഒരു റേഞ്ചിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഒരു അപ്പ് മാർക്കറ്റ് ഫീൽ നമുക്ക് തരുന്നൊരു വാഹനമാണ് എന്ന് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. ഞാൻ ആ ഒരു കാര്യത്തിൽ ഹാപ്പിയാണ് കേട്ടോ. ഈ ഒരു ബഡ്ജറ്റിലുള്ളവർക്ക് എന്തായാലും പരിഗണിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, അത് ഞാൻ ഓടിക്കുന്ന സമയത്ത് വിശദമായിട്ട് പറയാം. ഇവിടെ ഹെഡ് ലാമ്പിൻ്റെ കൺട്രോൾസ് കാണാം. ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ വൈപ്പറിൻ്റെ കൺട്രോളാണ് വന്നിട്ടുള്ളത്. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഒരു 9 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് നമ്മൾ ഈ കാണുന്നത്. ടച്ച് സ്ക്രീൻ 9 ഇഞ്ചാണ്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ വരുന്നത്. ആർക്ക് ബേസിൽ സ്പീക്കേഴ്സോട് കൂടിയിട്ടാണ് നമുക്കൊരു സ്ക്രീൻ വരുന്നത് എന്നുള്ളത്. അതുപോലെ 360 ഡിഗ്രി ക്യാമറ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതും ഡീസൻ്റ് ആണ് എന്ന് പറയാം. നമുക്ക് വളരെ അടിപൊളി എന്നുള്ള പറയാനുള്ള സെറ്റപ്പിൽ ഇല്ലെങ്കിൽ പോലും ഓക്കെ നമ്മുടെ പരിപാടി നടക്കും എന്ന് പറയാവുന്ന രൂപത്തിലൊരു ക്യാമറ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ കളറ് കാര്യങ്ങൾ, ബ്രൈറ്റ്നസ് കൂട്ടുക കുറയ്ക്കുക, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അത്യാവശ്യം പരിപാടി നടക്കുന്നൊരു ക്യാമറ, അത്ര തന്നെയാണ് നമുക്ക് പറയാനുള്ളൂ. പല പല ആംഗിൾസ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിലും അടിപൊളിയാണ്. നമുക്ക് അത്യാവശ്യം എത്ര വെയിലുണ്ടെന്നുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ വായിച്ചെടുക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ആംബിയൻ ലൈറ്റിംഗ് വരുന്നുണ്ട്, 6ഓളം കളേഴ്സ് വരുന്നുണ്ട്. അത് ഇവിടെയാണ് നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്യേണ്ടത്. അതും നൈസായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഫ്രണ്ടിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഏരിയയിലും അതുപോലെ ഡോറിൻ്റെ ഏരിയയിലും അത് ഇവിടെയും അത്രേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. റിയറിൽ കൂടി അത് കൊടുക്കായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഹസാർഡ് ലാമ്പ്, ലോക്ക് അൺലോക്ക്, സെൻട്രൽ ലോക്കിങ്ങിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഡിഫോഗറിൻ്റെ കൺട്രോൾ കാണാം. ഓട്ടോമാറ്റിക് AC ആണ്. അതിൻ്റെ കൺട്രോൾസും ഒരു പ്രീമിയം ഫീല് തോന്നുന്നുണ്ട് എന്ന് പറയാവുന്ന രൂപത്തിൽ തന്നെയാണ് വന്നുള്ളത്. കണ്ടില്ലേ, ഒരു റോട്ടറി കൺട്രോൾസ് കാര്യങ്ങളൊക്കെ നൈസായിട്ട് നമുക്ക് ഫാൻ സ്പീഡ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാം. മൊത്തം AC-യുടെ യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ് മൊത്തം നൈസ് ആയിട്ടുണ്ട് എന്ന് പറയാം. ഇവിടെ നമുക്ക് ഒരു സ്റ്റോറേജ് ഏരിയ അല്ലെങ്കിൽ എന്തെങ്കിലും സ്മാർട്ട് ഫോണൊക്കെ വെക്കാവുന്ന ഒരു സ്പേസ് ആണ്. ആക്സറിയിൽ നമുക്ക് വേണമെങ്കിൽ അതൊരു വയർലെസ് ചാർജിംഗ് പാഡ് ആക്കിയിട്ട് മാറ്റാനും സാധിക്കും. താഴെ നമുക്ക് സ്റ്റോറേജ് ഏരിയ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് USB പോർട്ട്, അതുപോലെ 12 വാട്ട് ചാർജ് സോക്കറ്റ് കാണാൻ സാധിക്കും. ഇവിടെ നമുക്കൊരു C-ടൈപ്പ് ചാർജിംഗ് പോർട്ട് ആവായിരുന്നു എന്നുള്ളത് തോന്നി. പിന്നെ നമ്മളിപ്പോൾ കാണുന്ന CVT ആണ്. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് ഗിയർ ലിവർ കാണാം, പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, L എന്നിങ്ങനെ. പക്ഷേ അതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു ഇലിമിനേഷൻ ലൈറ്റ് കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് ആകെ
ഇവിടെ മീറ്ററിൽ പി എന്ന് കാണാം. അതുപോലെ നമ്മളിത് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് NR എന്നൊക്കെ നമ്മൾ ഡിസ്പ്ലേയിൽ വരുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇവിടേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ ഡ്രൈവറുടെ പൊസിഷനിൽ ഇരിക്കുമ്പോൾ നമുക്കിത് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഈ ഒരു ഇത് ഇത്തരത്തിൽ നിൽക്കും, നമ്മുടെ ഹാൻഡ് ബ്രേക്ക് ഇത്തരത്തിലാണ് പൊസിഷൻ വരിക. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഡ്രൈവിലാണോ ന്യൂട്രലിലാണോ നമുക്ക് അറിയാനായിട്ട് പറ്റില്ല. ഇവിടെ നമുക്കൊരു വ്യൂ അവിടേക്ക് ലഭിക്കുന്നില്ല എഴുത്തിൻ്റെ ഭാഗത്തേക്ക്. ഒന്നുമില്ല, അവിടെ ഇലിമിനേഷൻ കൊടുത്താൽ കുറച്ചുകൂടി വിസിബിൾ ആയിരുന്നു എന്നുള്ളതാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതൊരു കുറവായിട്ട് തോന്നി. നമ്മൾ ഒരുപാട് കാലം ഉപയോഗിക്കുന്ന സമയത്തൊന്നും നമുക്കത് വലിയ വിഷയമായിട്ട് മാറില്ല. നമ്മൾ യൂസറാണ്, നമുക്ക് ഓട്ടോമാറ്റിക് അത് ഇടുന്ന സമയത്ത് നമുക്ക് തന്നെ ഫീൽ കിട്ടും. അത് റിവേഴ്സിലെ വീണ് ന്യൂട്രലിലെ വീണൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. പക്ഷേ ബിഗിനേഴ്സിന് അല്ലെങ്കിൽ തുടക്കത്തിൽ ഈ ഒരു വാഹനത്തിൽ കയറിയ ഒരാൾക്കത് ഇത്തിരി കൺഫ്യൂസിങ് ആണ് എന്നുള്ളതാണ്. കപ്പ് ഹോൾഡേഴ്സ് ആണ് നമ്മൾ കീ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ആംറസ്റ്റ് അതിൽ സോഫ്റ്റ് ടച്ച് പാഡിങ് വന്നിട്ടുണ്ട്. അതിന് താഴെ ചെറിയൊരു സ്റ്റോറേജ് ഏരിയ വന്നിട്ടുണ്ട്. കൂൾഡ് ഗ്ലോ ബോക്സ് വന്നിട്ടുണ്ട്. അതിനകത്ത് നിറച്ചെൻ്റെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ മിറേഴ്സ് IRVM നൈസാണെന്ന് പറയാതിരിക്കാനാവില്ല. കാരണം എന്താ വെച്ചാൽ ബെസൽലെസ് IRVM ആണ്, അതും ഓട്ടോ ആണ് വന്നിട്ടുള്ളത്. ഡേ നൈറ്റ് ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ അതും ഈ ഒരു പ്രൈസ് റേഞ്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് മുകളിലുള്ളൊരു ഫീച്ചറാണ് എന്നുള്ളതാണ്. മാപ്പ് ലാമ്പ് കാണാൻ സാധിക്കും. ഹാലജനാണ് കൊടുത്തിട്ടുള്ളത്. ടോളസിപ്പ് ഹോൾഡറോട് കൂടിയിട്ടുള്ളൊരു സൺവൈസർ ഡ്രൈവർ സൈഡും ഒരു മിററോട് കൂടിയുള്ള സൺവൈസർ നമ്മുടെ പാസഞ്ചർ സൈഡ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് വാഹനത്തിൻ്റെ മൊത്തം ലുക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിൻ്റെ AC കൺട്രോൾസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അടിപൊളിയാണ് എന്നുള്ളത്. പക്ഷേ ഈ AC വെൻറ്റിൻ്റെ പൊസിഷനും കിഡിലനാണ് എന്നുള്ളതാണ്. നല്ല ഉയരത്തിലാണ്, അത്യാവശ്യം വലിയ ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 35-36 ഡിഗ്രി പുറത്ത് തണുപ്പുണ്ടെങ്കിലും ഇവിടെ 24 23 നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്താലും ഹൈ ആണ്. കൂളിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേ അറ്റാന്നുള്ളതാണ്. അതിന് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന കാര്യം AC അടിപൊളിയാണ് സ്വാഭാവികമായിട്ടും. അതിൽ കൂടുതലായിട്ട് ഈ വെൻറ്റുകളുടെ പൊസിഷൻ കറക്റ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് എവിടേക്ക് കിട്ടണം എന്നുള്ളത് ബ്രില്യൻ്റ് ആയിട്ടുണ്ട്. ആ ഒരു പൊസിഷനിങ്ങും ആ ഒരു ഷേപ്പ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൂളിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ എൻ്റെ ഇപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് ഉപയോഗിക്കുക, 1 മാസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവർ അത്ഭുതപ്പെടുകയാണ്. ഇതൊക്കെ എങ്ങനെ അവർക്ക് ഈ വിലയിൽ ഇതൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുന്നത്, കൊടുക്കാൻ പറ്റുന്നത്. കാരണം ഈ ഒരു പ്രീമിയം ഫീൽ ഉണ്ട്, ഈ വിലയിലുള്ള ഒരു വാഹനമാണ് തോന്നുന്നില്ല എന്നുള്ള അഭിപ്രായം പറഞ്ഞ് ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു ക്രാഷ് ബാറിൻ്റെ ഭാഗത്തൊക്കെ നമുക്കൊരു ലെതർ ടച്ച് കാര്യങ്ങളൊക്കെ കൊടുത്ത് വളരെ പ്രീമിയം വാഹനമാക്കാനുള്ളൊരു കാര്യങ്ങളൊക്കെ നിസാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും അടിപൊളിയാണ്. അതിനൊരു ലൈക്ക് കൊടുക്കാം. ഇനി ഓടിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓടിക്കുമ്പോൾ പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചാൽ മെയിനായിട്ട് എഞ്ചിൻ തന്നെയാണ്. നമുക്ക് ഒരു 1 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനാണ്. ഒരു നോർമൽ പെട്രോൾ വരുന്നുണ്ട് പറഞ്ഞു 72 PS ആണ് പവർ പ്രൊഡ്യൂസ് ചെയ്യുക. നമ്മളിപ്പോൾ ഓടിക്കുന്ന ടർബോ ആണ്. ഇത് 100 PS ആണ് ഇതിൻ്റെ ഒരു പവർ ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം വേണ്ട പവർ കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയാം. എന്നാൽ പോലെ ഒരു ബിഗിനേഴ്സിന് ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഫസ്റ്റ് കാർ ബയേഴ്സിന് ഹാപ്പി ആക്കുന്ന പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു വാഹനം അല്ലെങ്കിൽ എഞ്ചിൻ എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ ശരിക്കും വാഹനത്തിൻ്റെ ഒരു ലുക്കും അതുപോലെ ഒരു കാപ്പബിലിറ്റി കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇതിനേക്കാൾ കൂടിയ എഞ്ചിനുകൾ, കുറച്ചുകൂടി പവർ കൂടിയ എഞ്ചിനും കൂടി ഇത് താങ്ങും എന്നുള്ളതാണ് കേട്ടോ. നമുക്കൊരു ഓപ്പൺ ഹൈവേ ഒക്കെ കിട്ടിക്കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 100-ന് മേലേക്ക് നമുക്ക് പുഷ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ലഭിക്കുന്നില്ല. അത്യാവശ്യം ഭയങ്കര ലൗഡ് ആവുന്നുണ്ട് എഞ്ചിൻ. നമുക്കൊരു 80-90 എത്തുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള നോയ്സ് വരുന്നുണ്ട്. പ്രധാനമായിട്ട് ഒരു 3000 RPM മുകളിലേക്ക് കയറുന്ന സമയത്ത്. അപ്പോൾ കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ടുള്ള ഒരു 4 സിലിണ്ടർ എഞ്ചിൻ ഈ ഒരു വാഹനത്തിന് ഈ വാഹനം അർഹിക്കുന്നുണ്ട് എന്ന് പറയാം. അങ്ങനെ വെക്കുകയാണെങ്കിൽ വേറെ ലെവലായിട്ട് ഇതിൻ്റെ സെയിൽസ് മാറും എന്നുള്ള കാര്യം ഷുവറാണ് കേട്ടോ. അത് ഓടിക്കാൻ വേറെ തന്നെ വൈബായിരിക്കും എന്നുള്ളതാണ്. ബാക്കി എല്ലാം കൊണ്ടും ഇത് പെർഫെക്റ്റ് ചോയ്സ് ആണ് പറയുക. ഒരു സെഗ്മെന്റിൽ ആ ഒരു ഫീലാണ് നമുക്ക് ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് ഇത്രയും നാൾ കൊണ്ട് നടന്നപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. സസ്പെൻഷൻ സ്മൂത്ത് ആണ് എന്ന് പറയാം. എന്ന് വെച്ചാൽ ഭയങ്കര സ്മൂത്ത് അല്ല, ഒരുപാട് ഹാർഡും അല്ല. ഈ സെഗ്മെന്റ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അടിപൊളിയാണ് എന്ന് പറയുന്ന രൂപത്തിലാണ്. നമുക്ക് ഇത് സോണറ്റ് വെക്കുന്നുണ്ട്, അതുപോലെ വെന്യൂ ബ്രസ, അങ്ങനെ ഈ ഒരു കാറ്റഗറി വരുന്ന മറ്റു വാഹനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈവൻ കൈഗർ ആണെങ്കിൽ പോലും ഇതേ പ്ലാറ്റ്ഫോമിൽ ഇതേ എഞ്ചിൻ വെച്ച് വരുന്ന വാഹനമാണ്. അപ്പോൾ കൈഗറിനെ അപേക്ഷിച്ച് അതിനേക്കാൾ കുറച്ചുകൂടി സോഫ്റ്റ് ആണ് ഇതിൻ്റെ സസ്പെൻഷൻ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ. കുറച്ചുകൂടി ഫാമിലികൾക്ക് എപ്പോഴും ഇതൊരു കുടുംബങ്ങൾക്ക് പറ്റിയുള്ള ഒരു വാഹനം എന്ന് പറയുന്നത് സംശയം പറയാമെന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്ന ഒരു വാഹനമാണ് എന്നുള്ളതാണ്. അപ്പോൾ പുറകിലിരിക്കുന്നവർക്കും മുന്നിലിരിക്കുന്നവർക്കും ഓടിക്കുന്നവർക്കും ഒരുപോലെ കംഫർട്ട് തരുന്ന വാഹനമാണ് എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറിനെ പിടിച്ചെടുത്താവുന്ന ഒരു ബ്രേക്കിംഗ് എഫിഷ്യൻസി കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. AC കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞൊരു പൊസിഷൻ്റെ കാര്യമൊക്കെ ഇപ്പോൾ മീറ്ററിൽ കാണിക്കുന്ന 34 ഡിഗ്രിയാണ് പുറത്തെ ടെമ്പറേച്ചർ. പക്ഷെ നമുക്കൊരു 24 ടെമ്പറേച്ചർ AC സെറ്റ് ചെയ്താൽ മതി. വാഹനം നല്ല രീതിയിൽ കൂളിംഗ് ആവുന്നുണ്ട്. ക്യാബിൻ റിയർ AC വെന്റ് ആവശ്യം പോലും അത്രയും സെറ്റപ്പ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ AC വെൻസിനും വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി ഹെഡ്ലൈറ്റ്സിന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും കാണാൻ ലുക്ക് ഭംഗിയുണ്ട് എന്ന് മാത്രമല്ല രാത്രിയിലൊക്കെ നല്ല ത്രോ ലൈറ്റ്സിന് വരുന്നുണ്ട്. അത്യാവശ്യം ആ ഒരു ഫോഗ് ലൈറ്റ്സ് കൂടി ഓൺ ആക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വിസിബിലിറ്റി കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയാം. അത് 360 ക്യാമറ കുറച്ചുകൂടി അടിപൊളിയാക്കാറുള്ള ഒരു കാര്യം മാത്രമേ നമ്മുടെ ഒരു വിസിബിലിറ്റിയുടെ കാര്യത്തിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. പില്ലറൊക്കെ ഒരു അത്യാവശ്യം ചെറുത് തന്നെയാണ് വന്നുള്ളത്. നമുക്ക് വലിയ ബ്ലൈൻഡ് സ്പോട്ട് കാര്യങ്ങളൊന്നും എത്ര വലിയ ടേണിംഗ് ആണെങ്കിലും ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത്യാവശ്യം ഗട്ട്സിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിലും സുഖകരമായിട്ട് ഓടിച്ചുകൊണ്ടാകാൻ പറ്റുന്നത്. അത്ര വലിയ ട്രെയിനിങ് വന്നാലും നമുക്ക്
വിസിബിലിറ്റിയുടെ പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി പറഞ്ഞത് എഞ്ചിൻ പരമായിട്ട് അല്ലെങ്കിൽ കൂടി നമുക്ക് ഈ ഒരു ഉയർന്ന പൊസിഷൻ കാര്യങ്ങൾ, അതുപോലെ ബ്ലൈൻഡ് സ്പോട്ട് കുറവാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ബിഗിനേഴ്സ്, നിങ്ങളിപ്പോൾ ലൈസൻസ് എടുത്ത് ഇറങ്ങിയുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ചോയ്സ് ആയിരിക്കും മാഗ്നൈറ്റ് പോലെ ഒരു വാഹനം എന്നുള്ളതാണ്. 205 mm ഒക്കെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. അപ്പോൾ അടി തട്ടുന്ന പ്രശ്നം എവിടെയും ഉദിക്കുന്നില്ല എന്നുള്ളതാണ്. അത്യാവശ്യം ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഡിസ്പ്ലേ എം ഐ ഡി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് തന്നെ. ടയർ പ്രഷർ മോണിറ്ററിംഗ് അതിൽ വരുന്നതാണ്. ബിഗിനേഴ്സ് ചിലപ്പോൾ ശ്രദ്ധിക്കാൻ മറന്നു പോകുന്ന ഒരുപാട് കാര്യങ്ങൾ, ഇൻഫർമേഷൻ നമുക്ക് ആ ഒരു മീറ്ററിൽ ലഭിക്കുന്നതാണ്. ഒരു ഓൾറൗണ്ട് പെർഫോമൻസ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ, ബഡ്ജറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലിസ്റ്റിൽ നിങ്ങൾ വാങ്ങാൻ പോകുന്ന വാഹനത്തിൽ 7.5 ലക്ഷം ടു ഒരു 14 ലക്ഷം ബഡ്ജറ്റിൽ നിങ്ങളൊരു വാഹനം തിരഞ്ഞെടുക്കുമ്പോൾ പരിഗണിക്കേണ്ടതും പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു വാഹനമാണ് നിസാന്റെ മാഗ്നൈറ്റ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പലരും ഇത് ഉപയോഗിക്കുന്നവരുണ്ടാവും. നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അഭിപ്രായം കമന്റ് ചെയ്ത് അറിയണം. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കാണ് ഓടിക്കുന്നത്. ഇതിൽ ഒരു മറ്റൊരു നെഗറ്റീവ്, നമ്മൾ ഓടിക്കുമ്പോൾ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഗിയർ പൊസിഷൻ അറിയാൻ പറ്റുന്നില്ല എന്നതാണ്. അപ്പോൾ ഈ ഒരു ഹാൻഡ് ബ്രേക്ക് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ ലെറ്റേഴ്സ് PRD എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും ഡ്രൈവർക്ക് അത് കാണാൻ പറ്റുന്നില്ല. ഡ്രൈവർക്ക് കാണാൻ പറ്റുന്ന രൂപത്തിലല്ല പ്ലേസ് ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ആറിലാണോ വീണ് ഡ്രൈവിലാണോ വീണ് എന്നുള്ളത് അറിയാനുള്ള ഒരു ബുദ്ധിമുട്ട്. അതുപോലെ സ്പോർട്ട് മോഡിന്റെ കൺട്രോൾ ഈ പുറകിലായിട്ട് ഒളിപ്പിച്ച രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് 1-2 കുഞ്ഞു നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കുറച്ച് കുറവുകൾ മാത്രമേ നമുക്ക് ഇത്രയും നാൾ കൊണ്ടുവന്നതിൽ ഈ വാഹനത്തിൽ ഫീൽ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ്. നിങ്ങളിൽ പലരും നിസാൻ മാഗ്നൈറ്റ് ഉപയോഗിക്കുന്നവരുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിന് ഒരുപാട്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.